ഹായ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹായ്. അപ്പം ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ കണക്ക് ഇങ്ങനെ ഗൾഫിലോട്ടൊക്കെ പോണ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നാട്ടിൽ ജോലി ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ. അവർ ഇതേപോലെ 2-3 വർഷങ്ങൾക്ക് മുന്നേ ഫസ്റ്റ് ആദ്യമായിട്ട് അവർ കുവൈറ്റിൽ വന്നായിരുന്നു. ഏജൻറ്റ് വഴിയാണ്ടാണെന്ന് വന്നത്. ഏജൻറ്റ് വഴിയായിരിക്കും അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ നിൽക്കാനായിരുന്നു, അറബിയുള്ള വീട്ടിൽ. അപ്പോൾ ആദ്യം വന്നപ്പോഴും അവർ പറഞ്ഞു അവിടെ കുറേ അറബിമാരെ ഭാര്യയും അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നപ്പോഴും അതിൽ പ്രായം ചെന്ന സ്ത്രീയും അല്ലാതെ ഉള്ളവരും ഒക്കെ ഭയങ്കര പിന്നെ ഉപദ്രവവും അല്ല ദേഷ്യവും വഴക്കും ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയായാലും അവരവിടെ 2 വർഷം പിടിച്ച് നിന്നു. അവിടെ നിന്നിട്ട് അവർ പിന്നെ നാട്ടിൽ തിരിച്ച് കഴിഞ്ഞ വർഷം പോയിട്ട് പിന്നും ഇപ്പം വേറൊരു ഏജൻറ്റ് വഴി പിന്നും കുവൈറ്റിൽ വന്നപ്പോൾ അവിടെ ഇതേപോലെ ഭയങ്കര വീടും പിന്നെ 2-3 വേറെ ഗതാമരും ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു. അപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ പറയുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കുന്ന ഫിലിപ്പീൻസ് പിള്ളേരും അങ്ങനെ തന്നെ. പിന്നെ അവിടുത്തെ ഇതേപോലെ അവിടെയുള്ള പെണ്ണുങ്ങളും ഭയങ്കര ശല്യവും ബുദ്ധിമുട്ടുമാണ്. ആ വീട്ടുകാരും ഒക്കെ ഭയങ്കര ഉപദ്രവവും ഒക്കെയാണെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പറയുമായിരുന്നു ഞാൻ ഇങ്ങനെ തിരിച്ചു പോകും, ഇന്ന കണക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണെന്ന്. അപ്പം അതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഷെയറൊക്കെ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. കുറേ ഇങ്ങനെ നമ്മളെ കണക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കുട്ടികളെ പഠിത്തം കാര്യം അങ്ങനെയൊക്കെ ഒരേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ പോണത്. അപ്പം ഈ ഏജൻറ്റുമാരെന്ന് പറയുന്ന ഈ പിന്നെ അറബി വീടുകളിൽ നിന്ന് ഒരുപാട് പൈസ ഇവർ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ആൾക്കാരെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണവരുടെ അടുത്ത് കുവൈറ്റിൽ, പ്രത്യേകിച്ച് കുവൈറ്റ്, സൗദി ആ സ്ഥലങ്ങളിലൊക്കെ പോണവർ പിന്നെ നല്ല കൃത്യമായിട്ട് വിവരങ്ങളെല്ലാം അന്വേഷിച്ച് തിരക്കി അറിഞ്ഞ് അന്വേഷിച്ചിട്ട് മാത്രമേ പോവാവൂ. കാരണമെന്ന് വെച്ചാൽ പിന്നെ തിരക്കി അറിയാൻ പറ്റില്ല. അറബി വീടുകളിലെല്ലാം ഇങ്ങനത്തെ ഉള്ള അവസ്ഥകളാണ്. കാരണം എന്ന് വെച്ചാൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർക്കുള്ള സ്വഭാവവും രീതികളൊക്കെ. ഈ കുവൈറ്റിലൊന്നും ഒരു കാരണവശാലും ആരും പോവരുത്. കാരണം എന്ന് വെച്ചാൽ അത്രയും പിന്നെ ഒരു വീടുകളൊന്നും ഒരു സുരക്ഷിതത്വം ഉള്ളതും അല്ല. ഇങ്ങനെ ഉപദ്രവവും ഫുഡ് പോലും കഴിക്കാൻ കൊടുക്കാത്ത നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെ അറിയാവുന്നവരും നമ്മളെ ബന്ധത്തിലുള്ളവരും ഒക്കെ ഒത്തിരി പേര് പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഫേസ്ബുക്കിൽ എന്തുമാത്രം പിള്ളേരാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്ന രക്ഷിക്കണമെന്നും പറഞ്ഞൊക്കെ. കഷ്ടം ചെന്നകപ്പെട്ടു പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. എത്ര വർഷത്തേനാണ് എഗ്രിമെൻ്റ്, ആ വർഷം കഴിഞ്ഞോ 2 വർഷത്തേനാണ് എഗ്രിമെൻ്റെങ്കിൽ ആ 2 വർഷം കഴിഞ്ഞാൽ അത്ര എന്തെങ്കിലും ചെയ്യും. പിന്നെ ഏജൻ്റൊക്കെ ഇടപെടണമെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും എൻ്റെ ഇപ്പം പരിചയത്തിലുള്ള അവരെന്തായാലും രക്ഷപ്പെട്ടു, നാട്ടിലെത്തി. അവരിപ്പോൾ ഇന്നലെ നാട്ടിൽ പോയി. അപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് രണ്ടാമതും അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ പോവാൻ നിൽക്കുന്നവരൊക്കെ അത്രയും പരിചയക്കാരും അറിയാവുന്നവരും ഒക്കെ ഒന്നീ മലയാളീസിൻ്റെ വീട്ടിലാണ്. പിന്നെ ഫുൾ ടൈം പണിയാണ്. പണിയുടെ കാര്യം മാത്രമല്ല, ഈ ഉപദ്രവവും ഫുഡ് കൊടുക്കാത്തതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത്. എന്ത് ചെയ്യാൻ പറ്റും? നാട്ടിൽ നിന്ന് ചെന്ന് അവിടെ അവരടുത്ത് അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഫോൺ പോലും കൊടുക്കത്തില്ല സംസാരിക്കാനോ വീട്ടിലോട്ട് വിളിക്കാനോ മറ്റു ആൾക്കാരെ എന്തെങ്കിലും വിവരം അറിയിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരു ഫോണൊക്കെ വാങ്ങി വെച്ച് കളയും. അപ്പം അതുകൊണ്ട് എല്ലാവരും നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. എന്നാലും എല്ലാം തിരക്കി അറിഞ്ഞ് പരമാവധി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ന് വരെ ഈ ഖത്തറിൽ വന്നിട്ട് അത്രയും നല്ല സ്ഥലവും നല്ല സുരക്ഷിതത്വം, നമ്മളെ സ്വന്തം നാട്ടിൻ്റെക്കാളും സുരക്ഷിതത്വമുള്ളൊരു നാടാണ് ഖത്തർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഇനി ഒരിക്കലും തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലവും ഈ ഖത്തറാണ്. അപ്പോൾ അത്രയും സുരക്ഷിതമാണ് നമ്മളെ കമ്പനി എന്ന് വെച്ചാൽ. ഈ ഖത്തറിലെ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് ഹോണസ്റ്റി കമ്പനി എന്ന് വെച്ചാൽ.
അപ്പം നമുക്കങ്ങനെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു ഗൾഫിലെ ബുദ്ധിമുട്ടും സാഹചര്യങ്ങളാണ് ഇന്ന് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര സങ്കടമാണ്. അവരും എൻ്റെ ഇങ്ങനെയൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരും. നമുക്ക് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാലിനും കൈക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ പണിയെടുക്കണം. പോണ കസ്റ്റമറിൻ്റെ വീടായാലും നമുക്കുള്ള കസ്റ്റമർ എല്ലാം നല്ല കസ്റ്റമറാണ്, മലയാളീസല്ലേ. അപ്പോൾ നമുക്കുള്ള സ്വന്തം വീട് കണക്കാണ്. ഞാൻ പോണവരെല്ലാം എൻ്റെ സ്വന്തം വീട് കണക്ക് എനിക്ക് ഇഷ്ടാനുസരണം നമുക്ക് കൈകാര്യം ചെയ്യാൻ, നമുക്ക് ഇഷ്ടാനുസരണം എല്ലായിടത്ത് ഫുഡായാലും എല്ലായിടത്ത് കഴിക്കാൻ, നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യവും സ്നേഹവും അവരെല്ലാം നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. ആ ഒരു പദവിയോ അതിൻ്റെയൊന്നും ഒരു അഹങ്കാരമോ ഒന്നുമില്ല. അവർക്കൊക്കെ എന്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെന്നറിയാമോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് എനിക്കങ്ങ് സങ്കടം വരും. എല്ലാവരും ഓരോരുത്തരെയും ബുദ്ധിമുട്ട് സാഹചര്യങ്ങളും കൊണ്ടാണല്ലോ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചില പിള്ളേരൊക്കെ ചോദിക്കും വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇന്ത്യൻ വേക്കൻസി അങ്ങനെ അപൂർവമായിട്ടേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം ഓൾറെഡി ഉണ്ട്. കുക്കിങ്ങിന് അങ്ങനെ ഒരുപാട് പേര് പോവാറില്ലാത്തതുകൊണ്ട് നമ്മൾ മൊത്തം 4 പേരുണ്ടായിരുന്നു. അതിൽ 2 മലയാളീസ് തിരിച്ചു പോയി, നാട്ടിൽ പോയി. അപ്പോൾ 2 പേരുണ്ട് ഇപ്പം നമ്മൾ കുക്കിങ്ങിന് പോകണം. ബാക്കി എല്ലാവരും ഫിലിപ്പീൻസും നേപ്പാളീസും ക്ലീനിങ്ങിനാണ് അവർ പോവാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വേക്കൻസി വരാറില്ല. പിന്നെ എന്തെങ്കിലും വേക്കൻസി, പിന്നെ ഏജ് ഒരു പ്രധാന ഇതാണ്, ഘടകമാണ്. കാരണം എന്ന് വെച്ചാൽ 30-35 വയസ്സായവരൊക്കെ മതി. 30 വയസ്സ് നമുക്കൊക്കെ തന്നെ ഇപ്പോൾ ഏജ് 10-40. ഇനി നമ്മളൊക്കെ തിരിച്ചു പോയിട്ട് ഞാനിനി എന്തായാലും വരത്തില്ല. എന്നാലും വരണമെന്നാലും നമുക്കൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് പിന്നെ ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫ്രീ വിസയിലൊക്കെ വരണം. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന് ജോലി അന്വേഷിക്കാനും കാര്യത്തിനൊക്കെ. അതിൻ്റെ നോക്കാൻ നല്ല നമുക്കിങ്ങനെ ഒരു കമ്പനി ആയിരിക്കും. പിന്നെ അതുകൊണ്ട് കമ്പനിയിൽ കൊണ്ടുവന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവൻ്റെ അടുക്ക തന്നെ നല്ലൊരു നമുക്ക് അവൻ്റെ അടുക്ക ഫസ്റ്റ് നന്ദി പറയണം. പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ഒരു മലയാളി പെങ്കൊച്ചുണ്ട്, അവൾ. പിന്നെ അതല്ലെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കമ്പനിയിലായതുകൊണ്ട് മാത്രമാണ് വിട്ടതും. നമ്മളങ്ങനെ വീടുകളിലൊന്നും പോകാൻ, അതുപോലെ വീടുകളിലല്ലെങ്കിൽ നമുക്ക് അത്രയും പരിചയമുള്ള വീടുകളായിരിക്കണം നമ്മൾ ആ ബന്ധുക്കൾ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒത്തിരി പേര് മലയാളികളെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒരിക്കലും ഇങ്ങനെയുള്ള അറബി വീട്ടുകളിലൊന്നും ചെന്ന് അകപ്പെടരുത്. പെട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും പോവാനൊക്കെ ഇങ്ങനെയൊക്കെ ഗൾഫിലോട്ടൊക്കെ ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുന്നവർ ഇങ്ങനെയൊന്നും ചെന്ന് അകപ്പെടാതിരിക്കണം. ഏജൻസി വഴിയൊക്കെ പോകണം. ഒരു ഏജൻറ്റുമാരെന്ന് പറയുന്നത് അവരിങ്ങനെ ഇഷ്ടംപോലെ പൈസ മറ്റുള്ള ഈ അറബിമാരിൽ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള ചതിയിലൊന്നും ചെന്ന് പെടാതിരിക്കട്ടെ. ഇനിയെങ്കിലും ആരും അറിഞ്ഞു വെച്ചുകൊണ്ട് കുവൈറ്റിലോട്ടൊന്നും പോവരുത്. കുവൈറ്റ് എന്ന് പറയുന്ന നാടേ ഇതാണ് അവസ്ഥ. പിന്നെ അല്ലെങ്കിൽ നമ്മളെ മലയാളീസിൻ്റെയൊക്കെ വീട്ടുകളിലായിരിക്കണം. എവിടെയായാലും നമ്മൾ പണിയെടുത്ത് പറ്റുള്ളൂ. പണിയെടുക്കുന്ന നമുക്കൊരു വിഷയമില്ല. ഈ ഉപദ്രവവും പിന്നെ ഇവരെയൊക്കെ വീട്ടിൽ ഒരു നേരം റെസ്റ്റ് കാണത്തില്ല, എപ്പോഴും പണിയായിരിക്കും. അവരെന്തെങ്കിലും പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ചെയ്തില്ലെങ്കിൽ പിന്നെ അടിക്കുകയും ഉപദ്രവവും ഒക്കെയാണ്. അതുകൊണ്ട് പരമാവധി ഇതെല്ലാവരും കാണുമ്പോഴത്തേന് എല്ലാം തിരക്കി അന്വേഷിച്ചിട്ട് പോവാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ അവർക്കുള്ള അവസ്ഥ കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. പിന്നെ 1-2 വീഡിയോസ് ഞാൻ ഫേസ്ബുക്കിൽ കാണുകയും കൂടെ ചെയ്തപ്പോൾ എനിക്കങ്ങ് വിഷമം. ഒരു പിള്ളേർ കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നതൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും വരാത്തതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ അങ്ങ് സങ്കടം വരും. അപ്പോൾ അതുകൊണ്ടാണ്.